ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവിൽ മിക്സ്ചറാണ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ അവിൽ മിക്സ്ചർ ഉണ്ടാക്കാൻ കഴിയും. കടകളിലൊന്നും പോയി വാങ്ങിക്കാതെ അവരവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ അവിൽ മിക്സ്ചർ. ഇനി റെസിപ്പിയിലോട്ട് പോകാം. അവൽ മിക്സ്ചറിന് വേണ്ടിയിട്ട് നല്ല ചുവന്ന അരിയുടെ അവിലാണ് എടുത്തിരിക്കുന്നത്. ഏത് അവിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അത് നന്നായി വെള്ളത്തിൽ അഴുക്കൊക്കെ കളഞ്ഞ് ഇതാക്കിയെടുത്തതാണ് ഈ അവിൽ. ഇതിനി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അവിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ അവിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെള്ളക്ക് പൊരിച്ചിട്ടും എടുക്കാം. ഞാനിങ്ങനെയാണ് ഇത് ചെയ്തത്. അവൽ മിക്സ്ചറിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്തത്. കൂടുതൽ എണ്ണ വേണ്ടാന്നുള്ള ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. നല്ല വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം, നല്ല ക്രിസ്പി ആയിട്ട്. അപ്പോഴാണ് ഇതിന് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക മിക്സ്ചറിന്. കുറച്ചൊരു ടൈം എടുക്കും, എന്നാലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ അവൽ മിക്സ്ചർ. അവിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. ഇതിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ നിലക്കടലൊക്കെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കടലയും ചേർക്കാം. ഈ രണ്ടും ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം, അതും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മൂന്നും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഈ 3-4 വെളുത്തുള്ളി ഇടാം. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചെറുതായി മുറിച്ചതും ഇട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വളരെ പെട്ടെന്ന് മിക്സ്ചർ ഉണ്ടാക്കാൻ കഴിയും. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൈം മാത്രമേ അവൽ മിക്സ്ചർ ഉണ്ടാക്കാൻ പോയിട്ടുള്ളൂ. ഈ പെട്ടെന്ന് വേഗം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന പോലെ ഓരോന്നും കുറേ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എനിക്ക് പിന്നെ കൂടുതൽ എണ്ണ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. തേങ്ങയും വെളുത്തുള്ളിയും നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയില്ല ഫ്രൈ ചെയ്തതൊക്കെ ഇതിലേക്ക് ഇടാം. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം, ഒരു സ്പൂൺ ഉപ്പിട്ടു, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേപ്സ് ഇടാം, കറുത്ത മുന്തിരിങ്ങ ഇടാം, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില നന്നായിട്ട് യോജിപ്പിക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവിൽ ചേർക്കാം. ഇനി അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം. അതുപോലെ പഞ്ചസാര മുന്നിട്ട് നിൽക്കണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. എല്ലാം ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ലാസ്റ്റ് 1/4 സ്പൂണ് കായപ്പൊടി ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. എല്ലാം ചെയ്യുന്നത് തീ വളരെ കുറച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. സൂപ്പറായിട്ടില്ല അവൽ മിക്സ്ചർ റെഡിയായി. കടകളൊന്നും പോയി വാങ്ങണ്ട, അവരവരെ വീട്ടിൽ തന്നെ 10 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും.
നല്ല ക്രിസ്പി ആയിട്ടുള്ള അവിൽ മിക്സ്ചർ റെഡിയായി. ഇതിനി മാറ്റി വെക്കാം. എത്ര എളുപ്പത്തിലാണ് അവിൽ മിക്സ്ചർ ഉണ്ടാക്കിയത്. ആകെ 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ഇതിനെക്കാട്ടിയും എളുപ്പത്തിൽ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമെങ്കിൽ ഇതിനെക്കാട്ടിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. ഇത് തണുത്തതിന് ശേഷം ബോട്ടിലിൽ ഇട്ട് വെക്കാം. വേണ്ട, നല്ല ക്രിസ്പി ആയിട്ട് വീണ സൗണ്ട് കേട്ടോ. അത്രയും നല്ല ക്രിസ്പിയാണ് ഈ അവൽ മിക്സ്ചർ. ഇതിന് കൂടുതൽ എരിവൊന്നുമില്ല, ഒരു മിതമായിട്ട് മാത്രമേ എരിവൊക്കെ ഇട്ടിട്ടുള്ളൂ. ഈ എരിവെല്ലാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം. എരിവാണോ പഞ്ചസാര വേണോ കൂടുതലെന്നെല്ലാം ഉണ്ടെങ്കിൽ ഓരോരോ ആൾക്കാരെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു അവിൽ മിക്സ്ചർ മാസങ്ങളോളം കണ്ടെയ്നർ ബോക്സിലെല്ലാം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിൽക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റും ഉണ്ടാകും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.